ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളെ ടെറസിൻ്റെ മുകളിൽ നട്ട ചോളാണ് കേട്ടോ. ഞാൻ ഒരുപാട് നട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോളത്തിനെല്ലാം ഭയങ്കര വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഒരു വളമൊന്നും ഉപയോഗിക്കാറില്ല, വീട്ടിൽ കിട്ടുന്ന വേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഇത്ര ആരോഗ്യമുള്ള ചോള നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാൻ ചോള നട്ടിരുന്നു, അപ്പോൾ അതിൽ പൂക്കളൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ, കായും ആയിട്ടുണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഷമാമ കേട്ടോ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഷമാമൻ്റെ വിത്തെടുത്ത് നട്ടതാണ്. അതിലിപ്പോൾ ചെറിയ രീതിയിൽ ഷമാമ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പൂവായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഷമാമും ഇതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ അതിൽ മിക്കവാറും എല്ലാത്തിലും പുഴുക്കളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുഴപ്പമില്ല, നല്ല ആരോഗ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലും ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല കേട്ടോ, വീട്ടിലിടുന്ന വേസ്റ്റാണ് ഞാൻ ഇടുന്നത്. പക്ഷെ അതിൽ തന്നെ നമുക്കിപ്പോൾ ഇത്രയ്ക്കും പൂക്കളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതിനുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അധികം പ്രാണി ശല്യവും ഇല്ല കേട്ടോ. ഇത് നമ്മളെ മുരിങ്ങയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മുരിങ്ങ ഞാൻ കാണിച്ചിട്ടുണ്ടാവും, തോരനെല്ലാം ആക്കിയത്. ഇതിൻ്റെ കേട്ടോ ഞാൻ പറിച്ചിട്ട് ആക്കിയത്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ നല്ല ഇലകളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കീടവും ഈ പ്രാവശ്യം കുറച്ച് അധികമായിട്ടുണ്ട് കേട്ടോ. ഇത് തളിര ഇലകളിലാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിന് എന്താ മരുന്നടിക്കാൻ എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം മുരിങ്ങേൻ്റെ ഇതേപോലത്തെ നമ്മളെ തളിരിലകളിൽ ഇങ്ങനെ ഒരുപാട് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. കറുത്ത ഒരു പ്രാണിയാണ് കേട്ടോ. അതിപ്പോൾ മുരിങ്ങ നമ്മൾ നുള്ളി കളഞ്ഞാലും അത് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ഇടുക അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളിൻ്റെ ഒരു കീടനാശിനി ഉണ്ടാക്കിയത്. പക്ഷെ അത് കൊണ്ടൊന്നും കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അത് പിന്നെയും വന്ന്. ഇത് ചേമ്പാണ് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് കിട്ടിയ ചേമ്പ് എടുത്തിട്ട് ഇതുപോലെ നട്ടതാണ് കേട്ടോ. എനിക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ അതിലും തളിര് വന്നിട്ടുണ്ട്, ചെറിയ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ.